കേരള കീം എൻട്രൻസ് എക്സാമിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ലൈവ് ഡെമോയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുമ്പോൾ സൈഡിലുള്ള റിസൾട്ട് ബാറിലേക്ക് പോകുമ്പോൾ ഗെറ്റ് OTP, പേയ്മെൻറ്റ്, ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നീ 3 കാര്യങ്ങൾ കാണാം. അവിടെ നിങ്ങളുടെ SMS ത്രൂ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP കൊടുത്തതിന് ശേഷം നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യുക എന്നതാണ് നിങ്ങൾക്ക് വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. വേറൊരു യൂട്യൂബ് ചാനലും ഇതുവരേക്കും ഇങ്ങനെ ഒരു കണ്ടന്റ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടില്ല. വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരമാണ് ഇത് ചെയ്യുന്നതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡർ മുഖേന എത്തിക്കുന്നത്. ആ ഒരു OTP വെരിഫൈ ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ നമുക്കവിടെ 2 ഓപ്ഷൻസ് വീണ്ടും റിമൈനിങ് കാണാം. പേയ്മെൻറ്റ്, ആ ഒരു പേയ്മെൻറ്റ് എടുക്കുമ്പോൾ പല വിദ്യാർത്ഥികൾക്കും പലതാണ്. ഇവിടെ ജനറൽ വിഭാഗക്കാർക്കുള്ള 2000 രൂപ പ്രൊസീഡ് ടു പേ കൊടുത്ത് ഇവിടെ പേ ചെയ്യുന്നതിൻ്റെയും ലൈവ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു പേ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻസാണ് വരുന്നത്. ഒന്ന് നെറ്റ് ബാങ്കിങ്ങും മറ്റത് കാർഡും. ഇവിടെ കാർഡ് ഓപ്ഷൻസ് കൊടുത്ത് ആ ഒരു OTP നിങ്ങളുടെ വെരിഫൈ ചെയ്യാനുള്ള OTPയും കൊടുത്തതിന് ശേഷം നിങ്ങൾ ഏകദേശം 2000 പിന്നെ 20 രൂപ ടാക്സും കൂടെ ചേർത്ത് 2020 രൂപയാണ് ഇവിടെ പേ ചെയ്യുന്നത്. അപ്പോൾ ആ 2 ഓപ്ഷൻസും നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലെ ചെയ്യുക. പേയ്മെൻറ്റും ഉള്ള പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് അവിടെ വരുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷനിലേക്കായിരിക്കും. ഇവിടെയാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിച്ച് ഏറ്റവും ഗൗരവത്തോടെ കാര്യങ്ങൾ ചെയ്യാനുള്ളത്. ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് പാളിപ്പോയാൽ പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ടുള്ള 4 വർഷവും ഇതുപോലെ പാളിപ്പോകുമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ഒരു വിൻഡോ നിങ്ങൾക്ക് വരുന്നത്. ഇതിൽ ഏറ്റവും മേലെ അവൈലബിൾ ഓപ്ഷൻസ് 872 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. തൊട്ടപ്പുറത്ത് തന്നെ സെർച്ച് ബൈ കോളേജ് ഓർ കോഴ്സ് എന്ന് കാണാം. ദെൻ കോഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് ആൻഡ് കോട്ട എന്ന ഓപ്ഷൻസും നിങ്ങൾക്ക് കാണാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ബാറിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട കോളേജ് സെർച്ച് ചെയ്ത് അവിടെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. ഇല്ലെങ്കിൽ താഴെ വന്നതിന് ശേഷം നിങ്ങൾക്ക് കോഴ്സ് ബൈ ഇത് സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ കോഴ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല കോഴ്സിൻ്റെയും ഡീറ്റെയിൽസ് അവിടെ കാണാം. എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങി പല ഓപ്ഷൻസും അവിടെ കാണാൻ സാധിക്കും. ആ കോഴ്സ് ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ടൈപ്പ് ഏതെന്ന് നിങ്ങൾക്ക് നോക്കാം. അതായത് നിങ്ങൾക്കിപ്പോൾ എയ്ഡഡ് കോളേജ് ആണോ വേണ്ടത്, ഗവൺമെൻറ് കോളേജ് ആണോ വേണ്ടത്, സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണോ വേണ്ടതെന്ന് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നോക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് അതിൽ ഏത് കോഴ്സാണോ വേണ്ടത് ആ കോഴ്സ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുക. അപ്പോൾ ഇത്രയും അവൈലബിൾ ആയിട്ടുള്ള 872 ഓപ്ഷനിൽ നിന്നാണ് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കേണ്ടത്. ഇവിടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും അതായത് ഓൾ ടൈപ്പ് കൊടുക്കുമ്പോൾ നമുക്കവിടെ ഏതൊക്കെ കോളേജുകളിൽ ഉണ്ട് എന്ന കാര്യങ്ങൾ അറിയാൻ പറ്റും. അവിടെ ഉള്ള കാര്യങ്ങളും കോഴ്സിൻ്റെ ഫീസും എല്ലാം തന്നെ അതിൻ്റെ താഴെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ഗ്രീൻ ബട്ടൺ സെലക്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങളുടെ ഓപ്ഷൻസ് സെലക്റ്റഡ് ആയി മാറുന്നത്. ഇപ്പോൾ അപ്പുറത്തെ സൈഡിൽ കറൻ്റ്ലി സെലക്റ്റഡ് 0 എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഓരോ ഓപ്ഷൻ സെലക്ട് ചെയ്യും തോറും നിങ്ങൾക്ക് അവിടെ കറൻ്റ്ലി സെലക്റ്റഡ് ഓപ്ഷൻസിൻ്റെ എണ്ണം കൂടി വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസ് വേണോ രജിസ്റ്റർ ചെയ്യാം എന്നതാണ് നമുക്ക് സിഇയുടെ വെബ്സൈറ്റ് വഴി നൽകിയിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിലെ ECE ചൂസ് ചെയ്ത് നിങ്ങൾക്ക് കാണാം. അത് ഫസ്റ്റ് ഓപ്ഷനായി ചൂസ് ചെയ്തു. ദെൻ നിങ്ങൾക്ക് ഏതാണോ ഓപ്ഷനായിട്ട് വേണ്ടത് അത് നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത്, ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളതായിരിക്കണം ആദ്യം ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻസ് വീണ്ടും ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ EC ചൂസ് ചെയ്തിട്ടുണ്ട്. TKM ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ EC ചൂസ്. ദെൻ നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് മേലേക്കും താഴേക്കും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പ്രിൻ്റ് ഓപ്ഷൻ ലിസ്റ്റ് എന്നൊരു ഓപ്ഷനിൽ കയറി നിങ്ങൾ ചെയ്തിരിക്കുന്ന ആ ഒരു കോളേജസിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇത്രയും പ്രോസസ്സായിരിക്കും നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ ഉണ്ടാവുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.